അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ. ഫോൺ 04924 262 427. ശക്തമായ കാറ്റിൽ ഭീമനാട് ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ വശത്തേക്ക് മരം കടപുഴകി വീണു. സ്കൂൾ മതിൽ ഉള്ളതിനാൽ മേൽക്കൂരയിലേക്ക് പതിച്ചില്ല. ഈ സമയം വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായി ക്ലാസ്സിൽ നിന്ന് പോയിരുന്നു. സ്കൂൾ പരിസരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ N. അബൂബക്കർ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് ഭീമനാട് പെരുമ്പിടാരി റോഡരികിലെ മരം സ്കൂൾ കെട്ടിടത്തിലേക്ക് കടപുഴകി വീണത്. മരത്തിന് തൊട്ടടുത്തായി സ്കൂൾ മതിലുള്ളതിനാൽ കെട്ടിടത്തിലേക്ക് വീഴാതെ മതിലിൽ തട്ടി നിന്നു. എങ്കിലും ശിഖരങ്ങൾ മേൽക്കൂരയിലേക്ക് പതിച്ചിരുന്നു. ഉച്ചഭക്ഷണ സമയമായതിനാൽ ഈ സമയം വിദ്യാർത്ഥികളാരും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. മരം മതിലിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. ഭീമനാടുള്ള ചുമട്ടുതൊഴിലാളികൾ ചേർന്ന് മരം ഉടൻ മുറിച്ചു നീക്കി. സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവരെ പലതവണ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ N. അബൂബക്കർ പറഞ്ഞു. കുട്ടികളെ ക്ലാസ്സിലില്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ഈ മരങ്ങൾ അപകടാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരുപാട് നാളുകളായി ഫോറസ്റ്റിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും ഇതുവരെ ഇത്തരത്തിലുള്ള മരങ്ങൾ പൊടിച്ചു മാറ്റാനുള്ള യാതൊരു നടപടികളും അധികാരികളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗത്താണ് അനാസ്ഥ. ഇവിടെ കിഫ്ബിയുടെ കെട്ടിടത്തിന് വേണ്ടി ഇതുപോലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി 1 വർഷത്തോളമായി സോഷ്യൽ ഫോറസ്റ്റിയുടെ പുറകെ അലയാൻ തുടങ്ങിയിട്ട്. സ്കൂളിന് ഭീഷണിയായി പരിസരങ്ങളിൽ ഇനിയും വലിയ മരങ്ങളുണ്ടെന്നും ഇവ എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാവായ ജാഫർ ഭീമനാട് പറഞ്ഞു. ഭീമനാട് സ്കൂളിൽ നിറച്ച് മരങ്ങളാണ്. ഇതിൽ കുറേ അപകടാവസ്ഥയിലുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന കാരണം കുട്ടികൾ കൂടുതലുള്ള പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും കൂടിയാണിത്. 1700ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ മുറിച്ച് ഒഴിവാക്കേണ്ടതാണ്. ശരിക്കും എന്തുകൊണ്ടോ അധികൃതർ ഇതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. വട്ടമ്പലത്ത് നിന്നും അഗ്നിശമന സേനയും സ്കൂളിലെത്തിയിരുന്നു.